വട്ടേക്കാട് ഗവൺമെന്റ് യു.പി. സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അധ്യാപകർക്ക് ശില്പശാല നടത്തി. നാളത്തെ ലോകം നിർണ്ണയിക്കുന്ന AI വിദ്യകളെയും വിദ്യാർത്ഥികളിൽ ആത്മവിശ്വാസം വളർത്താൻ സഹായിക്കുന്ന വ്യക്തിത്വ വികസന സിദ്ധാന്തങ്ങളെയും പഠിക്കാനും പ്രായോഗികമായി അനുഭവിക്കാനുമാണ് ശില്പശാല. BRC അക്കാദമിക മാസ്റ്റർ പ്ലാനിൽ ഉൾപ്പെടുത്തിയ ഈ പ്രവർത്തനം അധ്യയന വർഷാരംഭത്തിൽ തന്നെ അധ്യാപകർക്ക് ലഭിക്കുന്നത് അധ്യാപനത്തിനും അതുവഴി ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിനും സാധ്യമാകും. AI സാങ്കേതിക വിദ്യയുടെ അധ്യാപന സാധ്യതകൾ പരിചയപ്പെടുക, മൊബൈൽ ഫോണുകൾ അധ്യാപന ഉപാധിയായി ഉപയോഗിക്കുക, തടസ്സങ്ങളെ സാധ്യതകളാക്കി മാറ്റുക, അധ്യാപകരുടെ വ്യക്തിത്വം പുതുക്കാൻ പ്രേരണ നൽകുക, കുട്ടികളോടുള്ള ഇടപെടലിൽ ആത്മവിശ്വാസം കൂട്ടുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പ്രധാനാധ്യാപകൻ B. വിനോദ് കുമാർ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. ഇരുമ്പ് കണ്ടുപിടിച്ച കാലത്തിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇരുമ്പ് ഉപയോഗിച്ചുള്ള ആയുധങ്ങൾക്ക് പരിണാമം വന്നിട്ടുണ്ട്. ഓരോ ആയുധങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ വാഹനങ്ങൾ, അതുപോലെ തന്നെ ഇരുമ്പ് കൊണ്ടുള്ള മറ്റ് സകല സാമഗ്രികളും ഉണ്ടായി. ഇത് ഒരു നൂറ്റാണ്ട് മുമ്പ് വരെയാണ്. 1910-20 ആ ഒരു കാലഘട്ടത്തിലാണ് പുതിയ ഒരു വസ്തുവിന്റെ കണ്ടുപിടുത്തം വരുന്നത്. ഏതാണെന്ന് പറയാം, ആ വസ്തുവാണ് പ്ലാസ്റ്റിക്. 1910-20 കാലഘട്ടത്തിലാണ് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വസ്തു കണ്ടുപിടിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് അത് വിപ്ലവകരമായ കണ്ടുപിടുത്തമാണ്. നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടാവും, ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇന്റർനെറ്റ് ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ 2500 കൊല്ലം ഉപയോഗിച്ച ഇരുമ്പിന്റെ സ്ഥാനത്താണ് പുതിയൊരു വസ്തു കണ്ടുപിടിക്കപ്പെടുന്നു, പ്ലാസ്റ്റിക്. എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്താണ് ഈ ശാസ്ത്രകേരളം എന്നൊക്കെ പറഞ്ഞ ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രസിദ്ധീകരണം ഉപയോഗിക്കാം, ശാസ്ത്രകേരളം പ്രസിദ്ധീകരണമൊക്കെ വരുന്നത്. അതിൽ നിന്നാണ് ആകെ കൂടി നമുക്ക് ശാസ്ത്രകാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. M. ഹരിസന്തിൽ, അധ്യാപകരായ സന്ദീപ്, ഫാനിഷ് ലാൽ എന്നിവർ ശില്പശാല നയിച്ചു. 45 വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകരും BRCയിൽ നിന്നുള്ളവരും ട്രെയിനർമാർ ഉൾപ്പെടെ 70ഓളം പേർ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.